പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലേഖനമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് സ്വാതിയുടെ സന്നിധിയിൽ എസ് ഗുപ്തൻ നായരുടെ ലേഖനമാണ്. ആ ലേഖനം സമാലോചനയും പുനരാലോചനയും എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എഴുത്തുകാരനെ കുറിച്ച് നോക്കാം. ഇപ്പം മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകൻ, പ്രഭാഷകൻ, നിഘണ്ടുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനായിരുന്നു എസ് ഗുപ്തൻ നായർ. അദ്ദേഹം കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ജനിച്ചിട്ടുള്ളത്. ദീർഘകാലം കലാശാല അധ്യാപകനായിരുന്നു. രാഷ്ട്രീയ മേഖലയിലെ അപജയങ്ങൾക്കെതിരെയാണ് അദ്ദേഹം നിലകൊണ്ടത്. അതുപോലെ വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയം നിരോധിക്കണമെന്ന ആവശ്യം മുൻനിർത്തി രൂപീകരിച്ച വിദ്യാഭ്യാസ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചു. 35ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് BA ഓണേഴ്സ് 2ാം റാങ്കോടെ ജയിച്ച ഗുപ്തൻ നായർ 1945 അതേ കലാലയത്തിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1958 തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൻ്റെ തലവനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. തുടർന്ന് കേരള സർവകലാശാലയിൽ എമിറേറ്റ്സ് പ്രൊഫസറായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് ചെയ്തത്. ശ്രീചിത്ര ഗ്രന്ഥശാല, മാർഗി തുടങ്ങി നിരവധി പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് പ്രവർത്തിച്ചു. മലയാളി, ഗ്രന്ഥാലോകം, വിജ്ഞാന കൈരളി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപൻ ആയിരുന്നു അദ്ദേഹം. 1983 മുതൽ 84 വരെ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും 84 മുതൽ 88 വരെ കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2006 ഫെബ്രുവരി 6 അദ്ദേഹം അന്തരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ നോക്കാം. ആധുനിക സാഹിത്യം, ക്രാന്തദർശികൻ, ഇസങ്ങൾക്കപ്പുറം, കാവ്യസ്വരൂപം, തിരയും ചുഴിയും, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, സൃഷ്ടിയും സ്രഷ്ടാവും, അസ്ഥിയുടെ പൂക്കൾ, ചങ്ങമ്പുഴ, കവിയും മനുഷ്യനും, കേസരിയുടെ വിമർശനം, സമാലോചനയും പുനരാലോചനയും, ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ ശില്പികൾ, തുളുമ്പും നിറകുടം, കൺസൈസ് ഇംഗ്ലീഷ് മലയാളം, ഡിക്ഷണറി, വിവേകാനന്ദ സൂക്തങ്ങൾ, കേരളവും സംഗീതവും, ഗുപ്തൻ നായരുടെ ലേഖനങ്ങൾ, അമൃതസ്മൃതി, മനസാ സ്മരാമി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. അപ്പോൾ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ മനസാ സ്മരാമിയാണ്. പുരസ്കാരങ്ങൾ: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന കൃതിക്ക് 1983 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഇസങ്ങൾക്കപ്പുറം എന്ന കൃതിക്ക് 1967 എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം എന്നിവ സൃഷ്ടിയും സൃഷ്ടാവും എന്ന കൃതിക്ക് 1997 ലഭിച്ചു. കൂടാതെ ലളിതാംബിക അന്തർജനം അവാർഡ്, ശങ്കരനാരായണൻ തമ്പി അവാർഡ്, ജി അവാർഡ്, PN പണിക്കർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടി വന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ലേഖനത്തിലേക്ക് വരാം. എസ് ഗുപ്തൻ നായരുടെ സമാലോചനയും പുനരാലോചനയും എന്ന ഗ്രന്ഥത്തിലെ ഒരു അധ്യായമാണ് സ്വാതിയുടെ സന്നിധിയിൽ. തിരുവനന്തപുരത്തെ കോട്ടയ്ക്കകത്തുകൂടി നടന്നു പോകുമ്പോൾ ലേഖകൻ പഴയ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാളിൻ്റെ സന്നിധിയിൽ എത്തുന്നതായും താനും സ്വാതി തിരുനാളും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നതുമായുള്ള രീതിയിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ തെരുവീഥികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വശത്ത് അസുന്ദരങ്ങളും അനാകർഷകമായ വീടുകളും മറുവശത്ത് രാജാക്കന്മാരുടെ ആസ്ഥാനങ്ങളും മണിമാളികകളും കാണുന്നു. അപ്പോൾ കാവൽക്കാരാൽ സംരക്ഷിക്കപ്പെടുന്ന കൊട്ടാരങ്ങളുടെ കഥകളിലേക്ക് മനസ്സ് സഞ്ചരിക്കുകയാണ്. കാവൽക്കാരുടെ അനുവാദത്തോടു കൂടി അകത്ത് പ്രവേശിച്ച ലേഖകൻ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്വാതി തിരുനാളിൻ്റെ എണ്ണച്ചായ ചിത്രത്തിൽ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തൻ്റെ നേർക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ നടന്നു വരുന്ന സ്വാതി തിരുനാളിനെ അദ്ദേഹം കാണുന്നു. ഇവിടെ അദ്ദേഹം എന്ന് പറയുന്നത് എസ് ഗുപ്തൻ നായരാണ്. അപ്പോൾ സർവകലാവല്ലഭൻ എന്നും സർവവിദ്യാഭരംഗതനെന്നും കേൾവി കേട്ട സ്വാതി തിരുനാൾ വിവിധ കാര്യങ്ങളെക്കുറിച്ച് സൗഹൃദ സംഭാഷണം നടത്തുന്നു. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയോട് അതൃപ്തിയുണ്ടായിരുന്ന രാജാവിനെ ഒരു കലാകാരൻ എന്നതിനപ്പുറം
ധീരനായ ഒരു ദേശാഭിമാനി എന്ന നിലയിൽ കൂടി ലേഖകന് മനസ്സിലാക്കുന്നു. ത്യാഗരാജസ്വാമിയും ദീക്ഷിതരും ശ്യാമശാസ്ത്രികളുമെല്ലാം ദക്ഷിണേന്ത്യ മുഴുവൻ സംഗീതത്തിൽ ആറാടിച്ച കാലത്ത് സ്വാതി തിരുനാളും കേരളീയ സംഗീതത്തിന് തനതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഏതു ഭാഷയിലെ സംഗീതവും സമ്പന്നമാണെന്ന് ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനാണ് സ്വാതി ശ്രമിച്ചത്. സ്വാതി തിരുനാളാണ്. കഥകളി സംഗീതത്തിലും സോപാന സംഗീതത്തിലും മാത്രം കേരള സംഗീതത്തെ കണ്ടിരുന്ന ആളുകൾക്ക് മറ്റു ഭാഷകളിലെ സംഗീത പാരമ്പര്യത്തെ പരിചയപ്പെടുത്താനും കൃതികൾ രചിക്കാനും സ്വാതി തിരുനാളിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യവും സൗഹൃദ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. ത്യാഗരാജസ്വാമികൾ സ്വാതി തിരുനാളിൻ്റെ ദർശനത്തിൽ ഒതുങ്ങാത്ത ഉയർന്ന തലത്തിലായിരുന്നു. ദീക്ഷിതരാണ് സ്വാതി തിരുനാളിനെ കൂടുതലും സ്വാധീനിച്ചത്. ഒരിക്കൽ ത്യാഗരാജസ്വാമികളെ തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ച കാര്യവും സ്വാതി തിരുനാൾ സ്മരിക്കുന്നു. അപ്പോൾ അവിടെ വന്നില്ലെന്ന് മാത്രമല്ല, നമ്മളൊരിക്കൽ ശ്രീരാമചന്ദ്രൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ച് കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. മുത്തുസ്വാമി ദീക്ഷിതരുടെ കലാപ്രസ്ഥാനവുമായി തിരുവിതാംകൂറിലേക്ക് ആദ്യമായി കടന്നു വന്ന വടിവേലു അദ്ദേഹത്തിൻ്റെ വയലിൻ വാദത്തെയും സ്വാതി തിരുനാൾ ഓർക്കുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായിരുന്ന ഇരയിമ്മൻ തമ്പിയുടെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും സ്മരിക്കുന്നു. സ്വാതിയുടെ കൃതികൾ ശൃംഗാരരസപ്രധാനമായിരുന്നു. അവ ദേവദാസികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. രസരാജാവായ ശൃംഗാരത്തിന് സംഗീതത്തിൽ സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. അപ്പോൾ ആട്ടത്തിലും പാട്ടിലും മുഴുകി ജീവിക്കുന്ന ഒരു ലോക വ്യവസ്ഥ നഷ്ടപ്പെട്ടതായും ആളുകൾക്ക് ഇപ്പോൾ റേഡിയോ പാട്ടും സിനിമാ നൃത്തവും മതിയെന്നും സ്വാതി തിരുനാൾ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അവധൂതനെ പോലെ നടന്ന ഷഡ്കാല ഗോവിന്ദമാരാരെ കുറിച്ചും സ്വാതി തിരുനാൾ സ്മരിക്കുന്നു. അപ്പോൾ ഒരേ സമയം അഭിമാനവും വേദനയുമാണ് ആ ഓർമ്മകൾ സൃഷ്ടിച്ചത്. കൂടുതൽ പ്രശംസ നേടാൻ വേണ്ടി എവിടെയും ചടഞ്ഞുകൂടിയിരിക്കാൻ തയ്യാറാവാതെ തന്നെ കൊടികെട്ടിയ തമ്പുരുവുമായി നടന്നകന്ന ഗോവിന്ദമാരാരെ കുറിച്ചുള്ള സ്മരണയിൽ ലേഖകൻ വർത്തമാനത്തിലേക്ക് എത്തിച്ചേരുന്നിടത്താണ് ലേഖനം അവസാനിക്കുന്നതും. അപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു ലേഖനമാണ്. അപ്പം നമുക്കറിയാം, ഇനി ഇതിലേക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാൽ, അപ്പോൾ ഇതിനകത്ത് ചെറിയ ചോദ്യങ്ങൾ വരുമ്പോൾ ആ നിശബ്ദത മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു ലേഖകൻ സൂചിപ്പിക്കുന്നതെന്ത്? ഇത് ലേഖനത്തിലെ ഒരു സന്ദർഭമാണ്. ആ നിശബ്ദത മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു ലേഖകൻ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. എസ് ഗുപ്തൻ നായർ തിരുവിതാംകൂറിലെ കൊട്ടാരത്തിൽ സന്ദർശിച്ചപ്പോൾ സ്വാതി തിരുനാളുമായിട്ടുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെയാണ് ലേഖനത്തിൽ. അപ്പോൾ ഒരു കാലത്ത് രാജകൽപ്പനകളാൽ മുഖരിതമായിരുന്ന കൊട്ടാരത്തിലെ അകത്തളങ്ങളും ഭരണാധിപന്മാരും ഭൂതകാല സംസ്കാരത്തിൻ്റെ ഓർമ്മകളായിട്ട് തീരുകയാണ്. അപ്പം ഭരിക്കുന്നവരും പട്ടക്കാരും ഓടി നടന്നിരുന്ന രംഗങ്ങൾ ഇന്ന് മൂകമാണ്. അപ്പോൾ വീണാനാദങ്ങളും മൃദംഗധ്വനികളും കൊണ്ട് മുഖരിതമായിരുന്ന സ്വാതി തിരുനാളിൻ്റെ രാജധാനിയിലേക്ക് കടന്ന ലേഖകനെ അവിടുത്തെ നിശബ്ദതയാണ് സ്വീകരിച്ചത്. അപ്പോൾ എന്താണ് ആ നിശബ്ദത എന്ന് മനസ്സിലായല്ലോ. വീണാനാദങ്ങളും മൃദംഗധ്വനികളും കൊണ്ട് മുഖരിതമായിരുന്ന സ്വാതി തിരുനാളിൻ്റെ രാജധാനിയിലേക്ക് കടന്ന ലേഖകനെ അവിടുത്തെ നിശബ്ദതയാണ് സ്വീകരിച്ചത്. ഈ നിശബ്ദതയാണ് മനസ്സിനെ മരവിപ്പിക്കുന്നതായിട്ട് ലേഖകന് രേഖപ്പെടുത്തുന്നതും. പിന്നെ അതുപോലെ തന്നെ ആ ചിത്രത്തിൽ ഉറ്റുനോക്കിക്കൊണ്ട് വളരെ നേരം അങ്ങനെ നിന്നു. സന്ദർഭം ഏതാണെന്ന്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് വന്ന ലേഖകന് അകത്തളങ്ങളിലൂടെ നടന്നു പോകുന്ന ആ സമയത്താണ് സ്വാതി തിരുനാളിൻ്റെ എണ്ണച്ചായ ചിത്രങ്ങൾ കാണുന്നത്. അപ്പോൾ തഞ്ചാവൂർ ചിത്രരചന ശൈലിയിൽ രചിക്കപ്പെട്ടതാണത്. അപ്പോൾ വശ്യമായ ഒരു സൗന്ദര്യമുണ്ട്. ഇങ്ങനെ ശത്രുഭീഷണമായ ഒരു രാജാവിനെയല്ല, ശാന്തനും ആശ്രിതവത്സലനുമായ ഒരു കലാകാരൻ്റെ മുഖമാണ് ലേഖകൻ ആ ചിത്രത്തിൽ കണ്ടത്. അപ്പോൾ ചുമരിൽ സ്വാതി തിരുനാളിൻ്റെ മനോഹരമായ എണ്ണച്ചായ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അവിടെ ഏറെ നേരം നിന്നതും. പിന്നെ മറ്റൊരു രീതിയിലേക്ക് വരിക, ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോഴെല്ലാം അങ്ങയുടെ നാമധേയം ഞങ്ങളെ പുളകം കൊള്ളിക്കാറുണ്ട്. ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഇവിടെ കവിയും സംഗീതജ്ഞനുമായ സർവകലാവല്ലഭനെന്നും
രംഗതനെന്ന് കേൾവി കേട്ട സ്വാതി തിരുനാളിനെ കുറിച്ചാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അദ്ദേഹം അടുത്തേക്ക് വരുന്നത്, ആ സൗഹൃദ സംഭാഷണങ്ങൾ, ആ കാര്യങ്ങളൊക്കെയാണ് അതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോഴെല്ലാം അങ്ങയുടെ നാമധേയം ഞങ്ങളെ പുളകം കൊള്ളിക്കാറുണ്ട്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. ആ കലാകാരൻ വെറും ഒരു മഹാരാജാവ് മാത്രമല്ല, ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. സാഹചര്യം എന്ത്? അപ്പോൾ രാജ്യകാര്യം, അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ രാജ്യകാര്യങ്ങൾക്കൊപ്പം കലാരംഗത്തും സ്വാതി തിരുനാൾ അർപ്പിച്ച സംഭാവനകളെ കുറിച്ചാണ് ലേഖകന് സൂചിപ്പിച്ചപ്പോൾ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമുണ്ടായിരുന്നു എന്ന് രാജാവ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ രാജ്യം അത്രയധികം പുരോഗമിക്കുന്നത് പ്രസിഡന്റ് സായിപ്പിന് ഇഷ്ടമായിരുന്നില്ല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ എന്താണ് ഉപദേശം ചോദിക്കണമെത്രേ. അപ്പം അഹങ്കാരിയായിട്ടുള്ള സായിപ്പിനെ ചതുർത്ഥി കാണുന്ന പോലെയാണ് രാജാവ് കണ്ടത്. അപ്പോൾ ഒരു സമയം തൻ്റെ കിരീടം ഉത്രത്തിനെയോ മറ്റോ ഏൽപ്പിച്ച് സംഗീതവുമായി കഴിയണമെന്ന് വരെ ആഗ്രഹിക്കുകയുണ്ടായി. അപ്പം ഭീരുത്വമാകുമെന്ന് കരുതിയിട്ട് അത് ചെയ്തില്ല. അപ്പം രാജാവ് ഇത് പറഞ്ഞപ്പോഴാണ് ആ കലാകാരൻ വെറും ഒരു രാജാവ് മാത്രമല്ല, ധീരനായ ദേശാഭിമാനി കൂടിയാണെന്ന് ലേഖകന് കുറിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സോപാന സംഗീതത്തെക്കുറിച്ച് സ്വാതി തിരുനാളിൻ്റെ നിരീക്ഷണം എന്താണെന്ന്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യം എന്ന നിലയിൽ സോപാന സംഗീതം എന്താണ്? തീർച്ചയായും മഹത്തായ ഒന്നാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം എന്താണ് നമ്മുടെ സംഗീത രസികതയെ തളച്ചു നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ കേരളം ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ദരിദ്രമാകുമായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ് ഹിന്ദുസ്ഥാനി സംഗീത സമ്പ്രദായങ്ങളെയും സ്വാതി തിരുനാൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഉത്തരേന്ത്യൻ സംഗീതവുമായുള്ള സമന്വയമാണ് വേണ്ടത് എന്ന അഭിപ്രായവുമാണ് സ്വാതി തിരുനാളിന് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ അതിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ്, അങ്ങ് ഉദ്ദേശിക്കാത്ത പ്രയോജനം കൂടി ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. എന്തിനെക്കുറിച്ചാണ് ലേഖകൻ കൂട്ടിച്ചേർക്കുന്നത്? ഇത് കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വാതി തിരുനാൾ സമർപ്പിച്ച സംഭാവനകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് ലേഖകൻ ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിന് വേറൊരു ചോദ്യം, അദ്ദേഹത്തോട് ഞാനൊരു അപരാധം പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ തോന്നുന്നു. ആരെക്കുറിച്ചാണ്? ആരാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇവിടെ ത്യാഗരാജസ്വാമികളെ കുറിച്ച് സ്വാതി തിരുനാളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യൻ സംഗീതവും ദക്ഷിണേന്ത്യൻ സംഗീതവും തമ്മിൽ സമന്വയിപ്പിക്കാനുള്ള ആദ്യ പരിശ്രമം നടത്തിയത് മുത്തുസ്വാമി ദീക്ഷിതരാണ്. സ്വാതി തിരുനാളിനെ ഏറെ സ്വാധീനിച്ചതും അദ്ദേഹമാണ്. അതേസമയം എന്താണ് ത്യാഗരാജസ്വാമികളുടെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബഹുമാനവുമുണ്ട്. അപ്പോൾ തനിക്ക് കയ്യെത്താനാവാത്ത ദൂരത്തിലാണ് ത്യാഗരാജസ്വാമികൾ ഉള്ളതെന്നായിരുന്നു സ്വാതി തിരുനാളിൻ്റെ വിശ്വാസം. പിന്നെ ഒരിക്കൽ അദ്ദേഹം തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ചതാണ്. പക്ഷെ അതൊരു അപരാധമായിട്ടാണ് ഇപ്പോൾ തനിക്ക് അല്ലെങ്കിൽ സ്വാതി തിരുനാളിൽ തോന്നുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഒരിക്കൽ കാണുമെന്ന്, അതെവിടെ വെച്ചാണ് കാണുന്നത്? ശ്രീരാമചന്ദ്രനെ നേരിൽ കണ്ടാണ് രവിമറയെ കണ്ട എന്ന് നേടാൻ ഇപ്പോൾ തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ഏതായാലും ഒരിക്കൽ കാണും, ഇവിടെ വെച്ചല്ല, രാമചന്ദ്രൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ച് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. പിന്നെ അതിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് നമുക്കറിയാം പാരഗ്രാഫ് എസ്സേക്ക് വരുന്നത്. സ്വാതി തിരുനാൾ മുത്തുസ്വാമി ദീക്ഷിതരെയും ത്യാഗരാജസ്വാമികളെയും തമ്മിൽ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അതുപോലെ ഗോവിന്ദമാരാരുടെ അല്ലെങ്കിൽ ഗോവിന്ദമാരാരെ കുറിച്ചുള്ള സ്മരണകൾ എന്തെല്ലാമാണ്? ഗോവിന്ദമാരാരുടെ കുറിച്ചിട്ടുള്ള സ്മരണകൾ എന്താണ്? ആട്ടത്തിലും നടനത്തിലും രസമില്ലാത്ത 2 പേർ അക്കാലത്തും കേരളത്തിലുണ്ടായിരുന്നു എന്ന് സൂചിപ്പിച്ച സ്വാതി തിരുനാൾ ആ 2 പേരെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് മേരുസ്വാമിയും ഗോവിന്ദമാരാരും, അല്ലേ? ഷഡ്കാല ഗോവിന്ദമാരാർ എന്നറിയപ്പെടുന്ന മഹാനായ ഗായകനെ കുറിച്ചാണ്. അപ്പോൾ അവ്യക്ത കഥയല്ലാതെ മലയാളികൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്ന കാര്യവും ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദമാരാരുടെ പ്രകൃതം അങ്ങനെയായിരുന്നു, ഒരിടത്തും ഉറച്ചിരിക്കുകയില്ല, അല്ലേ? പണം, പ്രശസ്തി ഇതൊന്നും അദ്ദേഹത്തിന് വേണ്ട. ഒരു അവധൂതനെ പോലെ നടക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പോൾ കുറച്ചു കാലം തിരുവിതാംകൂറിൽ താമസിക്കുകയും പിന്നീട് എവിടെയോ പോവുകയും ചെയ്ത കാര്യവും മഹാരാജാവ് ഓർത്ത് നെടുവേർപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദമാരാരുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെയും കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അഭിമാനവും വേദനയും ഒന്നിച്ചുണ്ടാകും. അപ്പോൾ കൊടികെട്ടിയ തമ്പുരുമായി തിരുവയ്യാറിൽ ത്യാഗരാജ സന്നിധിയിലെത്തിയ മാരാരുടെ ശബ്ദവും ചന്ദനചർച്ചിത എന്ന അഷ്ടപതിയും ആ മായിക ലോകം കേട്ട ത്യാഗരാജൻ എന്തൊരു മഹാനുഭാവലോ എന്ന് ശ്രീരാമ കീർത്തനം പാടി അഭിനന്ദിച്ചതുമെല്ലാം ലേഖകൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു.
അപ്പോൾ കൂടുതൽ പ്രശംസ നേടാൻ വേണ്ടി എവിടെയും ചടഞ്ഞുകൂടിയിരിക്കാത്ത ഗായകൻ തൻ്റെ തമ്പുരവുമായി അവധൂതനെ പോലെ നടന്നതിന് പിന്നാലെ ലേഖകൻ്റെ മനസ്സും ഒട്ടുദൂരം സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഗോവിന്ദമാരാരെ കുറിച്ച് ഇങ്ങനെയാണ് ലേഖകന് അടയാളപ്പെടുത്തുന്നതും. പിന്നെ അതിനകത്തേക്ക് നമുക്ക് എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ വരാവുന്നത് സ്വാതിയുടെ സന്നിധിയിൽ വെച്ച് ലേഖകൻ സ്മരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ ലേഖനം മൊത്തത്തിൽ വായിച്ചിട്ട് വേണം നമുക്കതിനകത്തേക്ക് ഉത്തരങ്ങൾ എഴുതാൻ. അപ്പോൾ ഈ ഒരു ലേഖനം ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു ലേഖനമാണ്, വളരെ ലളിതമായ രീതിയിലേക്കാണ് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ലേഖനം പഠിക്കാം.